Hi dear friends, welcome back to the channel. എൻ്റെ പേര് ജിനീഷ്. നമ്മൾ കുറേ കാലം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് കരോക്കേസ് എല്ലാം അവൈലബിൾ ആയിരുന്നു അല്ലേ. ഇപ്പം നമുക്ക് ആണെങ്കിൽ ഒന്നാമതേ സെലക്ഷൻ വളരെ കുറവ് ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രം പാടിയിട്ട് ബാക്കി പേ ചെയ്യാൻ പറയുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒന്ന് പാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും പേ ചെയ്ത് മേടിക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടാകത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഡൗൺലോഡിങ്ങിന് പകരം നമുക്ക് കരോക്കെ റെക്കോർഡ് ചെയ്തെടുക്കുന്ന ഒരു ഓപ്ഷനാണിത്. നമുക്ക് സ്റ്റാർ മേക്കറിൽ ഒരുപാട് കരോക്കേസ് ഉണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ സ്മ്യൂളിൽ കരോക്കേസ് ഉണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അതിന് കുറേ പ്രോസസ്സിങ് ഉണ്ട്, അതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സാധാരണക്കാർക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് സാധിക്കുന്ന ഒരു സൊല്യൂഷനും അങ്ങനെ ഒരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിലോട്ട് പോകാം. അവിടെ ഇൻറ്റേർണൽ ഓഡിയോ റെക്കോർഡർ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യുക. ഇൻറ്റേർണൽ ഓഡിയോ റെക്കോർഡർ. ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് കാണാം. അതിൻ്റെ അകത്തുനിന്ന് മുകളിൽ നിന്ന് നാലാമത്തെ ആ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലൊരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. എന്നിട്ട് അത് ഇതുപോലെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ഐക്കോണും കാണാൻ സാധിക്കും. ഇത് നമ്മൾ മിനിമൈസ് ചെയ്താൽ പോലും ആ ഫ്ലോട്ടിംഗ് ഐക്കോൺ ഇവിടെ ഓൺ സ്ക്രീനിൽ കാണാൻ സാധിക്കും കേട്ടോ. നമ്മളിവിടെ അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണോ റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ ഒരു യൂട്യൂബിൽ നിന്നുള്ളൊരു വീഡിയോയുടെ ഓഡിയോ ആയിരിക്കും നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കരോക്കെ ആയിരിക്കും. എന്താണെങ്കിലും നമ്മളിപ്പം എവിടെ നിന്നാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ ഒരു വീഡിയോയ്ക്കകത്ത് ഓഡിയോ ഡൗൺലോഡ് ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് പോകുന്നു. അതിനകത്ത് നിന്ന് തന്നെ നമ്മൾ കുറേ നാൾ മുമ്പ് ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കേട്ടോ. തൂമിലെ എന്നുള്ള തുടങ്ങുന്ന ഗാനമാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിത് ഇതുണ്ടോ, ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഇതിവിടെ കിടപ്പുണ്ടല്ലോ ഉണ്ടോ. നമ്മളപ്പം 3 ഈ മിഡിൽ കേട്ടോ. അതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മളതിൽ പ്രസ് ചെയ്യുക. ഇപ്പം സ്റ്റാർട്ടാകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ ഓരോ നമ്പർ കൗണ്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമുക്ക് ഏത് ട്രാക്കാണോ റെക്കോർഡ് ചെയ്യേണ്ടത് ആ ട്രാക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഓക്കെ, ശേഷം നമ്മൾ ആ പാട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ റെക്കോർഡറും സ്റ്റോപ്പ് ചെയ്യുക. റെക്കോർഡർ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലൊരു വിൻഡോ കാണാൻ സാധിക്കും, ഓട്ടോ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഫയലിൻ്റെ അകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് ചെയ്ത ആ ഫയൽ കാണാൻ സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ഓട്ടോ സേവ് ആയിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് പോയി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് നമ്പേഴ്സ് കാണാം. അപ്പോൾ ഏറ്റവും അവസാനം റെക്കോർഡ് ചെയ്തതായിരിക്കും ഇതിൻ്റെ അകത്ത് ആദ്യമേ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആയിരിക്കും നമ്മൾ പ്രസ് ചെയ്യുക.
അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ക്ലാരിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ ട്രാക്കിന് എന്ത് ക്ലാരിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് നമുക്ക് ക്ലിയറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ റീനെയിം ചെയ്യാം. തൂമിലെ 1. അപ്പോൾ നമുക്ക് ആ ഒരു ട്രാക്ക് ഇവിടെ സേവ് ആയി. ഇതിന് ശേഷം നമുക്ക് ഈ ഷെയർ ഈ ഒരു 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഷെയർ റീനെയിം ട്രിം എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഷെയറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടുത്ത ആൾക്ക് നമുക്ക് ഈ ട്രാക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്റ്റാർ മേക്കറിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർ മേക്കറിൻ്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ സ്മ്യൂളിൻ്റെ അകത്തുനിന്നോ ട്രാക്കുള്ള സ്ഥലത്തുനിന്ന് ഈ ട്രാക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തെടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഞാനിവിടുന്ന് സ്റ്റാർ മേക്കറിൻ്റെ അകത്തോട്ടാണ് ആദ്യമേ പോകുന്നത് കേട്ടോ. സ്റ്റാർ മേക്കർ എടുക്കുന്നു. ഇതിനകത്ത് ഏത് വന്നതിലെന്നുള്ള പാട്ട് എനിക്കിഷ്ടമുള്ള പാട്ടാണ്, അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. കാണുന്നുണ്ടല്ലോ അല്ലേ, സിംഗ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അത് വരുന്നു. അതിനുശേഷം നമ്മൾ ആദ്യമേ റെക്കോർഡർ ഓൺ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഓണായി, അതായത് അത് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ടാപ്പ് ടു സ്റ്റാർട്ട് അടിക്കുക. സ്റ്റാർ മേക്കറിലും അതുപോലെ തന്നെ സ്മ്യൂളിലും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫോൺ മാക്സിമം ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ കോളോ അല്ലെങ്കിൽ മെസ്സേജോ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. കുറച്ചും മുമ്പേ കണ്ട പോലെ നിങ്ങൾക്ക് ഓട്ടോ സേവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഈ പാട്ടുണ്ടാവും. നമുക്ക് ഓട്ടോ സേവിൻ്റെ അത് പോകാം. അപ്പോൾ അത് നമുക്ക് അവിടെ സേവ് ആയിട്ട് കിടപ്പുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം റീനെയിം ചെയ്യുക. ഏതോ നിദ്രിതൻ. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പാട്ട് അവിടെ കിടപ്പുണ്ട്. അതിന് ശേഷം നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. അതുപോലെ ഏത് ആപ്ലിക്കേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ ഒരു ഓഡിയോ സ്ക്രീൻ റെക്കോർഡർ വഴി നമുക്ക് ട്രാക്കുകൾ ഡൗൺലോഡ് അല്ല റെക്കോർഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ഇഫ് യു ഹാവ് എനി കമൻറ്റ്സ്. അതുപോലെ തന്നെ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഞങ്ങൾ ഇതിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ, സീ യു സൂൺ, ബൈ.